മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റെ മൃതസംസ്കാര ചടങ്ങുകളിൽ അമിത നിയന്ത്രണം ഏർപ്പെടുത്തിയ അധികൃതരുടെ നടപടി വിവാദമായി. വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് അധികൃതർ ഉത്തരവ് തിരുത്തി. മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റെ മൃതസംസ്കാര ചടങ്ങുകൾക്കായി ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ച് രൂപത നേതൃത്വം നേരത്തെ തന്നെ ക്രമീകരണം നടത്തിയിരുന്നു. ഇതനുസരിച്ച് കോവിഡ് നിയന്ത്രണ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പൊതുദർശനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ തീരുമാനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അധികൃതർ ഇന്നലെ രാത്രി പുതിയ ഉത്തരവിറക്കുകയായിരുന്നു. പൊതുദർശന പരിപാടികൾ റദ്ദാക്കുകയും മൃതസംസ്കാര ചടങ്ങിൽ 5 പേരിൽ കൂടുതൽ പേർ പങ്കെടുക്കാനാവില്ലെന്നും ഉൾപ്പെടെയുള്ള കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ടായിരുന്നു ഉത്തരവ്. കോവിഡ് നിയന്ത്രണമനുസരിച്ച് സംസ്കാര ചടങ്ങുകൾക്ക് 20 പേരെ വരെ അനുവദിക്കുമെന്നിരിക്കെയാണ് 5 പേർ മാത്രമേ പങ്കെടുപ്പിക്കാവൂ എന്ന് വ്യക്തമാക്കി അധികൃതർ ഉത്തരവിറക്കിയത്. ഉത്തരവ് വന്നതോടെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ തീരുമാനം തിരുത്തിക്കൊണ്ട് അധികൃതർ ഇന്ന് വീണ്ടും ഉത്തരവിറക്കുകയായിരുന്നു. സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന കത്തീഡ്രൽ ദേവാലയത്തിൽ പരമാവധി 20 പേർക്ക് പങ്കെടുക്കാമെന്ന് പുതിയ ഉത്തരവിൽ പറയുന്നു. സംസ്കാര ചടങ്ങുകൾ വിവാദത്തിലാക്കിയ അധികൃതരുടെ നടപടിക്കെതിരെ വിശ്വാസികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. അഭിനന്ദ പിതാവിൻ്റെ മതസംസ്കാരവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായ പരാമർശങ്ങൾ പോലും ഉണ്ടായത് അത്യന്തം ഖേദകരമാണ്. പിതാവ് എടുത്ത നിലപാടുകൾ സഭയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടിയൊക്കെ എടുത്ത നിലപാടുകൾ അത് പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്നതാണ്. അതിനെ വിവാദമാക്കുന്ന തരത്തിലുള്ള ഉണ്ടായ നിലപാടുകൾ വേദന ഉളവാക്കുന്നതാണ്. അത് ആവർത്തിക്കാതിരിക്കുകയും തിരുത്തപ്പെടുകയും ചെയ്യേണ്ടതാണ്. ഇതിനിടെ നിലവിലുള്ള ഇളവുകൾ പോലും വെട്ടിക്കുറയ്ക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് സ്വാധീനം നടന്നതായി സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രചരണങ്ങളും നടന്നു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, ഇടുക്കി.